ഹലോ. യെസ്, എന്താണ് പരിപാടി? ഞങ്ങൾ കുറച്ച് ഐറ്റംസ്, അതായത് കുറച്ച് ഡ്രസ്സ് നമ്മളിവിടെ മരിയൻ സദനത്തിൽ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പഠിക്കുന്ന പിള്ളേരാണ്. പഠിക്കുന്നത് എനിക്ക് 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള പിള്ളേരുടെ പെൺപിള്ളേരുടെ ഡ്രസ്സ് ഇപ്പം നമ്മൾ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വാങ്ങിച്ച ഡ്രസ്സുകൾ നമ്മൾ അതേപോലെ തന്നെ ടാഗൊക്കെ ഇട്ട ഡ്രസ്സുകൾ. ഇത് കാണുന്നവർക്കറിയില്ല എന്താണ് മരിയൻ സദനം എന്നുള്ളത്. ആദ്യം അത് പറയേണ്ടി വരും. മരിയൻ സദനം മരിയൻ എന്താന്ന് അറിയത്തില്ല. പാലായിലെ അതെ, നോക്കാൻ ആളില്ലാത്ത മാനസിക അസ്വസ്ഥമുള്ള ആൾക്കാരെയും അതുപോലെ അത് പണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് പണ്ട് അവര് തുടങ്ങിയത് അങ്ങനെ മാനസികമായി പിന്നെ നോക്കില്ല നല്ല വെച്ചിട്ടാണ് അവർ തുടങ്ങിയത്. 10 പേരെ വെച്ച് തുടങ്ങിയതാണ്. ഇപ്പൊ അവിടെ 10-20 ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഡെയിലി പാലായില് അവിടെ ഫുഡ് കൊടുക്കാം, ഡ്രസ്സുകൾ കൊടുക്കാം, മരുന്നുകൾ കൊടുക്കുന്നവരുണ്ട്, പിന്നെ ഫുഡ് ഐറ്റംസ് ആയിട്ട് കൊടുക്കുന്നവരുണ്ട്, അരി കൊടുക്കുന്നവരുണ്ട്. ഡെയിലി ഇത്രയും പേർക്ക് ചോറൊക്കെ കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ കൊടുക്കുന്നവരുണ്ട്, ക്യാഷ് ആയിട്ട് കൊടുക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഡ്രസ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് തുണിയുടെ കച്ചവടമായതുകൊണ്ട് ഡ്രസ്സ് കൊടുക്കാന്ന് വിചാരിച്ചു. നമ്മുടെ കയ്യിലുള്ള കൊടുക്കാം. ഇത് ഈ സംഭവം എല്ലാം ഇങ്ങനെയാണ്. ഇത് കൊടുക്കാൻ ഏറ്റിരിക്കുന്നത് എന്താ ഇവനാണ്. എടാ വല്ല നടക്കുവോ? സെറ്റല്ലേ? ഇത് 12 പെൺപിള്ളേരാണ് ഇപ്പൊ അവിടെ. അതെ, ഇപ്പൊ അവിടെ ഉള്ള കൊച്ചു പിള്ളേർക്ക് വേണം ഇവനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പൊ ഇതെല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവന് എല്ലാവരുടെയും പേരൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഇവിടെ സന്ധി ചേച്ചി ഉണ്ട്. സന്ധി ചേച്ചി എല്ലാം മടക്കി വൃത്തിയാക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒറിജിനൽ എന്താ പറയുക, പാക്കറ്റ് പോലും പൊട്ടിക്കാണ്ട് നമ്മുടെ ഇരുന്ന സാധനമാണ്. ടാഗ് പോലും പൊട്ടിക്കാണ്ട്. അപ്പം നല്ല എന്താ പറയുക, പുത്തൻ മേടിക്കുന്ന അതേ സാധനം തന്നെയാണ്. മീൻസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഇതിവിടെ വെറുതെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മുടെ എല്ലാം കൂടി അവർക്ക് കൊടുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഈ നോയമ്പ് കാലം നമ്മൾ ഭംഗിയാക്കി. അവിടെ ചെന്ന് ഇന്നലെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറയാം മീയേനെയും അമ്മേനെയൊക്കെ അറിയാം, അവർ സ്ഥിരം അവിടെ വരാറുള്ളത്. അതെ, അവര് കൊടുക്കാറുണ്ട്. അരിയായിട്ടോ? മറ്റേ ഇതായിട്ട്. ഓക്കെ, അരിയായിട്ട് കൊടുക്കുന്നത്. അവർക്ക് ചോറ് വെക്കാനുള്ള കൊടുക്കും, അതല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കും. നാളെ അവിടെ പോകുമ്പോൾ കാണിക്കാം. അവിടെ കുറെ ഉണ്ട്. അപ്പം ആർക്കെങ്കിലും ഒക്കെ അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ സഹായിക്കാൻ പറ്റുന്നതായിരിക്കും. അല്ലടാ, ആണോ? അതെ, കൊടുക്കും. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെയാണ് എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ടല്ലോ കേട്ടോ. ഓക്കെ, ഓരോരുത്തരുടെ പേരിൽ ഇങ്ങനെ എല്ലാം എഴുതി സെറ്റാക്കി വെച്ചേക്കുക. ഓക്കെ, കേട്ടോ. അങ്ങനെ പേരെഴുതി സെറ്റാക്കി എല്ലാം റെഡിയാക്കി. ഇനി ഇത് പാക്ക് ചെയ്യണം. പാക്കറ്റിലോട്ട് ഇട്ടോ. ഇത് നമ്മുടെ കവർ പാക്കറ്റിലോട്ട് ഓരോന്നും കേട്ടോ. അല്ല, ഇത് എഴുതിയല്ലേ പിന്നെ ഇതിൻ്റെ എല്ലാം കഴിഞ്ഞല്ലേ? അതിനകത്ത് ആ പേപ്പറും കൂടെ ഇട്ടോ. അപ്പോൾ പേപ്പർ മറന്നു പോലെ അതിൻ്റെ ഉള്ളിലോട്ട് പേപ്പർ മറന്നു പോലെ. ഇവൻ എടുത്തു വെച്ചേക്കുന്ന ആർക്കോ കൊടുക്കാൻ വേണ്ടി. ഇതൊക്കെ ഇവൻ എടുത്തു വെച്ചേക്കുന്നല്ല. ഇതുണ്ടോ? ഇതേ എടാ, ഇതാർക്കാണോ നീ എടുത്തു വെച്ചേക്കുന്നത്? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എല്ലാം ഇടുമല്ലോ. ഇപ്പൊ എല്ലാവർക്കും ഇടുന്ന ഫ്രീ സൈസ് ആയതുകൊണ്ട് ആർക്കും ഇടാം കേട്ടോ. സത്യം പറയണം, ആർക്കാണ്? അങ്ങനെ നമ്മൾ കവറിനകത്തൊക്കെ ആക്കിയിട്ടുണ്ട്. ഓരോ കവറിലും ഓരോ പിള്ളേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. കാരണം പല ഏജസിലുള്ള പിള്ളേരാണല്ലോ. അപ്പം അവർക്ക് പറ്റിയ സൈസ് അനുസരിച്ചുള്ള ഉടുപ്പുകളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിള്ളേരെയും കൂട്ടിക്കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഈവനിങ് ടൈമാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ പിള്ളേരാണെങ്കിലും സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞ ഒരു സമയത്ത്
പാലായിൽ തന്നെയാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്, മരിയ സദനം എന്ന് പറഞ്ഞ സ്ഥാപനം. അപ്പം നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ 250 പേരെന്നായിരുന്നു, പക്ഷേ ഏകദേശം ഒരു 450-500 പേരോളം അവിടെ താമസിക്കുന്നുണ്ട് ആ സ്ഥലത്ത്. അപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ പ്രൈവസി പരിഗണിച്ച് ഞങ്ങൾ ഉള്ളിൽ ചെന്നതിന് ശേഷം വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ പിള്ളേരും ഒത്ത് നമ്മൾ കുറച്ച് സമയം ചിലവഴിച്ചു. അവിടെ കുറച്ച് നേരം അവിടുത്തെ വേറെ ഉള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പോയി ചെന്ന് കണ്ടു. അതായത് അവിടെ താമസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം പോയി കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോന്നു.